God's time is the best time. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയപ്പോ കത്തി ഉയർത്തി. ആ കത്തി ഉയർന്നു താഴുന്നതിന് മുമ്പ് ദൈവദൂതന്റെ സ്വരം, അബ്രഹാം കുഞ്ഞിന്റെ മേൽ കത്തി വെക്കരുത്. കാറ്റഗിസം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്രഹാമിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞുങ്ങളിങ്ങനെ അബ്രഹാം കത്തിയെടുത്തു. നാടകീയമായിട്ടാണല്ലോ നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്നത്. അബ്രഹാം മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച കൊലക്കത്തി കയ്യിലെടുത്തു, പരിസരം ശ്രദ്ധിച്ചു. ഇസഹാക്ക് ഇങ്ങനെ കണ്ണടച്ച് കിടക്കാണ്. കണ്ണു തുറന്ന് ഇസഹാക്ക് കാണുന്നത് കത്തി. അപ്പൻ എന്ത് ചെയ്യാൻ പോവാണ്? മോനെ, ദൈവം പറഞ്ഞിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വേണം. അപ്പ എന്നെ കൊല്ലല്ലേ മോനെ, ദൈവം നിന്നെ ഉയർപ്പിക്കൂടാ, വിശ്രമിക്കണടാ എന്നൊക്കെ പറഞ്ഞ അബ്രഹാം കത്തി ഇങ്ങനെ ഉയർത്തി ആഞ്ഞു വെട്ടാൻ തുടങ്ങുന്നു. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ പേടിച്ചിരിക്കാം. ഇപ്പൊ വെട്ടു, ഇപ്പൊ വെട്ടു, ഇപ്പൊ വെട്ടു, അങ്ങനെ വെട്ടാൻ. അപ്പൊ പറയാണ്, അപ്പോ ദൈവത്തിന്റെ സ്വരം. അപ്പൊ അപ്പൊ ഒരു കുഞ്ഞ് പറഞ്ഞു, ടീച്ചറെ, കർത്താവെങ്ങാനും ഒരു 2 സെക്കൻഡ് ലേറ്റായിരുന്നെങ്കിൽ. ടീച്ചർ പറഞ്ഞു, മക്കളെ കരയണ്ട, ദൈവം ഒരിക്കലും ലേറ്റ് ആവില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കർത്താവ് ഒരിക്കലും ലേറ്റ് ആവത്തില്ല. പറ, കർത്താവ് ഒരിക്കലും. അതായത് ദൈവത്തിന്റെ ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. പറ, ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. ദൈവത്തിന്റെ സമയം. പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ശ്രദ്ധാലുവാണ്.